അതിർത്തിക്കപ്പുറത്തെ ആ മർക്കസ് തൊയ്ബയിൽ ഇത്തവണ പെരുന്നാൾ ആഘോഷം പടക്കത്തിന് പകരം വെടിയുണ്ട കൊണ്ടായിരുന്നല്ലോ. ലഷ്കറിന്റെ വലിയ പണ്ഡിതൻ എന്ന് സ്വയം ചമഞ്ഞു നടന്നിരുന്ന ബിലാൽ ആരിഫ് സഫലി ഒടുവിൽ തീർന്നു കിട്ടിയെന്നാണ് കേൾക്കുന്നത്. ഈദ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ നേരം നോക്കി അജ്ഞാതരായ ആരോ പണി കൊടുത്തു. വെടിയുണ്ടയും കത്തിയും ഒക്കെയായി വന്നവർ സഫലിയെ അങ്ങ് പരലോകത്തേക്ക് അയച്ചു എന്ന് ചുരുക്കം. ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ നടത്തിയും പാവം ചെറുപ്പക്കാരെ ചാവേറുകളാക്കാൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയും നടന്ന ഒരു മാസ്റ്റർ ബ്രെയിനായിരുന്നു ഈ കക്ഷി. 2025 നമ്മുടെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇവന്മാരുടെ താവളം പുകച്ചപ്പോൾ അന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. പക്ഷേ വിധി കാത്തിരുന്നത് മറ്റൊരു രൂപത്തിലായിപ്പോയി. സ്വന്തം തട്ടകത്തിൽ വെച്ചു തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പേരിന്റെ കൂടെ സഫലി എന്നൊക്കെ ഉള്ളതുകൊണ്ട് പാവം നമ്മളെയൊക്കെ പോലെയുള്ളവർ വിചാരിക്കും വല്ല പാവം പണ്ഡിതനുമാണെന്ന്. പക്ഷേ സംഗതി ലഷ്കറിലെ കൊടും ഭീകരനായിരുന്നു എന്ന് ഇപ്പോഴല്ലേ പലർക്കും മനസ്സിലായത്. ഹാഫിസ് സയ്യിദിന്റെ വലം കൈയായി നടന്ന് കുറെ കാലം വിലസി. ഒടുവിൽ ആരോ കൊടുത്ത പണിയിൽ കഥ കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ പാകിസ്ഥാനിലെ ബാക്കി അതിഥികൾക്കും ഉടനെ തന്നെ വെളിവരുമെന്ന് ഉറപ്പാണ്. എന്തായാലും സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഈ അജ്ഞാതന്റെ ഒരു കാര്യം.